വീണ വിജയനുമായിട്ട് ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഫർദറായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി കർണാടക ഹൈക്കോടതി പെർമിഷൻ കൊടുത്തു. ഈ കേസ് മുന്നോട്ട് പോകരുത്, അന്വേഷണം തടയണം, അതുമല്ല ഇങ്ങനൊരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, മറ്റൊരു അന്വേഷണം നടക്കുന്നുണ്ട്, കമ്പനി രജിസ്ട്രാർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം പോയത് വീണ വിജയൻ്റെ എക്സ്ലോജിക്ക കമ്പനി തന്നെയാണ്. കേരള ഹൈക്കോടതിയിൽ KMRലുമായി ബന്ധപ്പെട്ട അതിൻ്റെ പാർട്ട്ണർഷിപ്പ് ആയിരുന്ന കേരളത്തിലെ പൊതുമേഖല കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവരും പോയി. അവരോടും കേരള ഹൈക്കോടതി ആദ്യം പറഞ്ഞത് അന്വേഷണത്തിൽ ഇടപെടാൻ പറ്റില്ല. ഇത് ഇന്ത്യയുടെ ഒരു നിയമമാണ്. ഇപ്പം ഒരു കാര്യത്തെ പറ്റി സംശയം തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ അത് അന്വേഷണം വേണം എന്ന് ഏജൻസി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് കോടതി ഇടപെടുകയില്ല. കാരണം അന്വേഷിക്കാതിൻ്റെ സത്യം എന്താണെന്ന് അറിയില്ല. അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അന്വേഷിക്കണം, പിന്നെ അന്വേഷിക്കാം എന്നുള്ള വാക്കൊന്നും വരികയൊന്നുമില്ല. പൊതുവെ ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട കേസുകളിൽ, അതായത് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ ഏകദേശം ഒരു 1000-ലധികം കോടതികളിലാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് പല കേസുകൾ, തെഹൽക്കയാണെങ്കിലും നാരദയാണ്, പല കേസുകളിൽ CBI സ്പെഷ്യൽ കോർട്ടാണെങ്കിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെയൊക്കെ കാണുന്നൊരു പ്രത്യേകതയാണ്, ചില സന്ദർഭങ്ങളിൽ ചില അന്വേഷണം വേണ്ട എന്ന് പറയുകയും അതിനു വേണ്ടി ഇവർ എങ്ങനെയെങ്കിലും ഈ പ്രോസസ്സ് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളൊക്കെയാണ്. പക്ഷെ വീണ വിജയന്റെ കേസിനകത്ത് ഞാനൊരു 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, 3 മാസത്തിനുള്ളിൽ പിണറായി വിജയൻ സർക്കാർ രാജിവെക്കും. ഞാൻ വളരെ അകത്തു നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. അതായത് വീണ വിജയന്റെ കേസ് എന്ന് പറയുന്നത് പ്രൈമാ ഫേസിയാണ്. കാരണം വീണ വിജയൻ അഴിമതി പണം വാങ്ങി എന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 1,77,00,000 രൂപ കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ വിജയന്റെ കമ്പനി വാങ്ങി. അതിൻ്റെ ഈ ബാംഗ്ലൂരിൽ ഇവരുടെ എക്സോളജി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചില ആൾക്കാരെ കാണാൻ പോയി. അതൊരു പേരിന് ഒരു കമ്പനി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് 2 ദിവസം മറുനാടൻ മലയാളി എന്ന് പറയുന്നൊരു ന്യൂസ് സോഴ്സ്, അതായത് യൂട്യൂബ്, അവർ പറഞ്ഞു കാനഡയിൽ പോലും ഈ കമ്പനിക്ക് രജിസ്ട്രേഷൻ ഓഫീസുണ്ട്, അവിടെ ആക്ടിവിറ്റീസ് ഉണ്ട്, ട്രെയിനിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ട്. പിന്നീട് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറുകളിലൊക്കെ അത് വാർത്തയായി മാറി. അപ്പൊ സംഭവം വളരെ സിമ്പിളാണ്. വീണ വിജയനും അതായത് മുഖ്യമന്ത്രിയുടെ മകളും ചേർന്ന് ഒരു തരികിട കമ്പനിയാണ് ഈ സംഭവം നടത്തിക്കൊണ്ടുപോയത്. ഇനി അടുത്ത സംഭവം, ഇവ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ അതിൻ്റെ അത് ആദ്യം പ്രധാനപ്പെട്ട രീതിയിൽ കോടതിയാണെങ്കിലും ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതിൻ്റെ എവിഡൻസ് എന്ന് പറയുന്ന മണി ട്രെയിലാണ്. അത് വീണ വിജയൻ ശരിയാക്കി കൊടുത്തു. കാരണം ഏകദേശം 1,77,00,000 രൂപ അവർ വാങ്ങിയെന്ന് അവർ റിട്ടേൺസ് ഫയൽ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് മാത്യു കുഴൽനാടൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ GSTയുടെ ഫോമും എടുത്തു കൊടുത്തു. സംഭവം ക്ലെയിം. അതായത് അഴിമതി പണം വീണ വിജയൻ വാങ്ങിയിട്ടുണ്ട്. ഇനി അഴിമതി പണം എന്തിനു വേണ്ടിയാണ് വാങ്ങിയത്? ഇതാണ് അടുത്ത ചോദ്യം. കാരണം വളരെ വ്യക്തമായിട്ട് പ്രൂവ് ചെയ്തു ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് IT ഈ MS ഓഫീസ് സംഭവങ്ങളൊക്കെ ഇത്രയും കോടി രൂപയ്ക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി, കാരണം ഒരിക്കലും അവിശ്വസനീയമായ സംഭവമാണത്. പിന്നെ എന്തിനാണ് ഈ പണം കൊടുത്തത്? അതിനകത്ത് മാത്യു കുഴൽനാടൻ കുറച്ച് MLA കുറച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പത്രസമ്മേളനം നടത്തി അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പിണറായി വിജയന്റെ ഓഫീസും പിണറായി വിജയനും ഈ പറയുന്ന കരിമണൽ കമ്പനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവർക്ക് മൈനിങ്ങിന് വേണ്ടി എല്ലാ സംഭവം ചെയ്തു കൊടുത്തു. അദ്ദേഹം ഫയൽ വിളിച്ചു വരുത്തി. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കംപ്ലീറ്റ് കോംപ്രമൈസ് ചെയ്ത് കേരളത്തിലല്ല, ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ
കരിമണൽ കമ്പനി എങ്ങനെ ഏകദേശം 170-80 കോടിയോളം രൂപയാണ് കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൈക്കൂലി കൊടുത്തേക്കുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് കൈക്കൂലി കൊടുത്ത ശേഷമാണ് മൈനിങ്ങിന്റെ ലൈസൻസ് ഈ കരിമണൽ കമ്പനിക്ക് അവർ കൊടുത്തത്. വളരെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്തു. കാരണം അതിനുശേഷമാണ് ഈ പണത്തിന്റെ പണം കിട്ടിയ ശേഷമാണ് ഈ പരിപാടികളൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണുള്ളത്? കാരണം ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നവർക്ക് വലുതായിട്ട് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സംഭവം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും വീണ വിജയൻ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ചെയ്തു, ആർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടി, ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഇനി അതിന് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വേറെ എവിടെയെങ്കിലും പോയി നിരങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിന്റെ കൂടെ ഈ PV എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, അതായത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സംഭവം, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരല്ല PV എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി അന്വേഷണം ഉണ്ടാകും. എന്തിനാണ് മുഖ്യമന്ത്രിക്ക് PV എന്നും പറഞ്ഞുകൊണ്ട് ഈ പണം അത് ഏതായാലും വാങ്ങിയിരിക്കുന്നത് ഈ ബാങ്ക് അക്കൗണ്ടിലോ സംഭവം ഒന്നുമല്ല, ഇത് വാങ്ങിയിരിക്കുന്നത് ബ്ലാക്ക് ആയിട്ടാണ് മേടിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി അന്വേഷണം വരും. അതായത് വീണ വിജയൻ ഇപ്പൊ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെയും, കാരണം എടുത്തിരിക്കുന്ന അവരുടെ ചാർജസും സെക്ഷനും ഒക്കെ നോക്കുവാണെങ്കിൽ UAPA പോലെയുള്ള കേസാണ് ഈ സംഭവം. ചെറിയ കേസല്ല ഇത്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഡയറക്റ്റ് ആയിട്ടാ കണക്ട്. ഇത് മനസ്സിലാക്കേണ്ടത് വീണ വിജയനല്ല ഡയറക്റ്റ്, സാക്ഷാൽ പിണറായി വിജയനാണ് ഡയറക്റ്റ് ആയിട്ട് പോയിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയാണ് അവസാനം ടാർഗറ്റ് ചെയ്തേക്കുന്നത്. വീണ വിജയനെ അറസ്റ്റ് ചെയ്താൽ ഏകദേശം 1 മാസം കഴിയുമ്പോൾ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യും, ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യും. കാരണം മേടിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്ത് കരിമണൽ കമ്പനിക്ക് ഖനനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ കരിമണൽ കമ്പനിയെ പലപ്പോഴും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. അപ്പൊ ആ കമ്പനിയിൽ നിന്ന് ഈ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടി മുഴുവനും പണം വാങ്ങുന്നു. ഒരു കാര്യം പറയാം, ഈ കർത്തയെ പിടിക്കുവാൻ വേണ്ടി കേരളത്തിൽ പലരും ശ്രമിച്ചിട്ടുണ്ട്, ആർക്ക് തൊടാൻ പോലും പറ്റിയിട്ടില്ല. എല്ലാ രീതിയിലുള്ള പൊളിറ്റിക്കൽ ക്ലാസ്സിനെയും പണം കൊടുത്തും അല്ലാതെയും കയ്യിലാക്കിയാണ് ആലുവയിലുള്ള ഈ കർത്തയും ഫാമിലി റൺ ചെയ്യുന്ന ഈ കരിമണൽ ഖനനം അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവരെ കൂടുതൽ അന്വേഷണം വരുവാണെങ്കിൽ കേരളത്തിലെ പല രാഷ്ട്രീയക്കാരും ഇതിനകത്ത് തീർന്നു പോകും. CPM-ന്റെ ഇപ്പോഴത്തെ LDF-ന്റെ കൺവീനർ ഇതിനകത്ത് മുഖ്യ കക്ഷിയാണ് ഞാൻ അറിഞ്ഞിടത്തോളം. അപ്പൊ അദ്ദേഹം അതാണ് ഈ പറയുന്ന EP ജയരാജൻ കിടന്ന് ബേളം ഉണ്ടാക്കുന്നത്. നല്ലൊരു പെൺകുട്ടിക്ക് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അടിക്കുന്നതിന്റെ കാര്യം ഇതാണ്. കാരണം ഇത് ജയരാജൻ CPM-ലെ പല നേതാക്കൾക്ക് ഇത് പ്രശ്നം ഉണ്ടാകും. അതായത് പറയുവാൻ പോകുന്നൊരു സംഭവം, ഈ പിണറായി വിജയന്റെ മന്ത്രിസഭ അടുത്ത പ്രാവശ്യം പാർലമെന്റ് ഇലക്ഷനിൽ ആരാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറും. വീണ വിജയൻ മിക്കവാറും ജയിലിലോട്ട് കയറി കഴിഞ്ഞാൽ മിനിമം ഒരു 2 വർഷം ജയിലിനകത്ത് കിടക്കേണ്ടി വരും. കാരണം കേസ് അതാ. കാരണം എല്ലാ തെളിവുമുണ്ട്. ഇപ്പം തെളിവില്ലാത്തതാണ് പല കേസുകളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനകത്ത് എല്ലാ തെളിവുമുണ്ട്. അതിനകത്ത് എവിടെയും പോയി നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യവും ഒരുമിച്ച് തെളിവായിട്ട് തന്നെയാണ് വീണ വിജയൻ വന്നിരിക്കുക. അതിന്റെ ഭയമാണ് കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും പോകാനുണ്ടായ കാര്യം. ഒരു കാരണം പറയാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട, കാരണം ഇതേപോലെ മെറ്റീരിയൽസും ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സും ആയിട്ട് സുപ്രീം കോടതിയിൽ പോയാൽ പോലും പ്രയോജനമില്ല. വളരെ കൃത്യമായിട്ട് അങ്ങ് പറയാം. കാരണം എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. എങ്ങനെ കോടതി ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സും നോക്കി ഇതില്ല എന്ന് പറയാൻ പറ്റുമോ? അന്വേഷിക്കാൻ തന്നെ പറയുകയുള്ളൂ. അതായത് കേരളത്തെ ക്രൂരമായിട്ട് ദ്രോഹിച്ച, അതായത് പല സന്ദർഭങ്ങളിലും പിണറായി വിജയൻ ഇത് അർഹിക്കുന്നുണ്ട് ബേസിക്കലി. കാരണം അഴിമതിയാണ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ കക്ഷത്തിൽ മടിയിൽ കനവില്ല, കക്ഷത്തിൽ കനവില്ല, പോക്കറ്റിൽ കനവില്ല, ഇതൊന്നുമല്ല. ഇദ്ദേഹം നല്ലൊരു അഴിമതിക്കാരനാണ്. കാരണം മകൾക്ക് വേണ്ടിയും മകന് വേണ്ടിയും ഏതൊക്കെയാണ് ഈ സംഭവങ്ങളെല്ലാം ഓപ്പൺ ചെയ്യും. പണ്ടാര ബോക്സ് മുഴുവനും ഓപ്പൺ ആവും. ഇപ്പം ഈ പറയുന്ന ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് AI ക്യാമറ, അതേപോലെ തന്നെ മറ്റു പലത് സംഭവങ്ങൾ ഇത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ പിടികിട്ടുന്ന. സംഭവം എങ്ങോട്ട് പോകും? ഏതായാലും പിണറായി വിജയന്റെ സമയം വളരെ മോശമായിട്ട്
മുന്നോട്ട് പോവുകയാണ്. ഉറപ്പായിട്ടും മന്ത്രിസഭ വീണ അകത്ത് പോവുക മാത്രമല്ല, പിണറായി വിജയൻ പോലും അകത്ത് പോകാനുള്ള സാധ്യത ഈ കേസിൽ വളരെ കൂടുതലാണ്.